നമസ്കാരം, ലേഡീസ് ബാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊപ്പമുള്ളത് ഒരു കിടിലൻ സംരംഭകയാണ്. വസ്ത്ര വ്യാപാര രംഗം എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു സംരംഭകയ്ക്ക് ഏറ്റവും എളുപ്പം കടന്നു വരാൻ പറ്റുന്ന ഒരു മേഖലയാണ്. പക്ഷേ അവിടെ നിലനിന്ന് പോവുക എന്നത് വളരെ വലിയ വെല്ലുവിളികളാണ്. വ്യത്യസ്തതകൾ കൊണ്ടും കാര്യക്ഷമത കൊണ്ടുമൊക്കെയാണ് അവിടെ സസ്റ്റെയിൻ ചെയ്തു പോകാൻ പറ്റുക. അങ്ങനെ സംരംഭക വഴിയിൽ വിജയം കൊയ്ത ഒരു സംരംഭകയാണ് നമുക്കൊപ്പമുള്ളത്, ഡോക്ടർ നീതു കൃഷ്ണ. നീതു, സ്വാഗതം. നീതു, ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഒരു തയ്യൽ പണി മുതൽ അങ്ങോട്ട് വസ്ത്ര വ്യാപാര മേഖലയിൽ നമുക്കൊരു സംരംഭം തുടങ്ങാൻ എളുപ്പമാണ്. പക്ഷേ അവിടെ നിന്ന് പോവുക, അവിടെ വിജയം കൊയ്യുക വലിയ ബുദ്ധിമുട്ടാണ്. ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് നമുക്കുണ്ട്. അവിടെയാണ് നീതുവിൻ്റെ നവമി മൈ പാഷൻ യുവർ ഫാഷൻ വേറിട്ട് നിൽക്കുന്നത്. എങ്ങനെയായിരുന്നു അതിൻ്റെ തുടക്കം, പ്രവർത്തനങ്ങൾ? നമസ്കാരം. 8 വർഷമായി നവമി എന്നതിൻ്റെ ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങിയിട്ട്. 8 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എന്തെങ്കിലും ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് കടന്നുപോയി ഞാൻ. ആ ഒരു സമയത്ത് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്, വീട്ടിലിരുന്ന് എന്തെങ്കിലും ചെയ്യുന്ന ജോലിയായിരിക്കും നീതുവിന് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു. അന്ന് ഞാൻ ചിന്തിച്ചു, എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ പഠനമൊക്കെ കഴിഞ്ഞു, എല്ലാവരും ട്രൈ ചെയ്യുന്ന പോലെ PSC ബാങ്ക് കോച്ചിങ് ഒക്കെ ചെയ്തു, പല ലിസ്റ്റിലും വന്നു, ഇൻ്റർവ്യൂസ് ഒക്കെ കഴിഞ്ഞ സമയത്ത് വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എനിക്ക് തോന്നി, എനിക്കിനി വീട്ടിൽ ഇരുന്ന് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? ആദ്യം ചിന്തിച്ചു, പഠിപ്പിക്കാം, കുട്ടികളെ സ്കൂൾ കുട്ടികളെ ട്യൂഷൻ എടുത്തിട്ട് അങ്ങനെ ഒന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യമായിട്ട് നവമി എന്ന സരസ്വതി ദേവിയുടെ പേരിലാണ് ഞാൻ നവമി എന്ന എൻ്റെ ഒരു ട്യൂഷൻ സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നിന്നിട്ടാണ് പിന്നീട് കുറച്ച് കുട്ടികളായി തുടങ്ങി. അതിനുശേഷം കുട്ടികളുടെ എണ്ണം കൂടി വന്നു. പക്ഷേ എനിക്ക് ഈ സർജറികളും മറ്റും ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു. ആ ഒരു ഇമ്മ്യൂണിറ്റി കുറവും ഒക്കെ കൊണ്ട് തന്നെ എനിക്ക് പിന്നീട് തുടർന്നുള്ള കുട്ടികളെ ട്യൂഷൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നപ്പോൾ സ്കൂൾ കാലഘട്ടത്തിൽ ചിത്രരചന പഠനം പല സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഓർമ്മയിൽ എപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് തുടർന്നുള്ള സ്റ്റഡീസൊക്കെ വന്നപ്പോഴേക്കും അതൊക്കെ എവിടെയോ മറന്നുപോയിരുന്നു. ഫേസ്ബുക്കിൽ ഒരു 8-9 വർഷം മുമ്പ് ഫേസ്ബുക്കിൽ ലാലേട്ടൻ ഒരു ഷർട്ടിൽ ഒരു മ്യൂറൽ പെയിന്റഡ് ചെയ്തൊരു ഷർട്ട് കണ്ടപ്പോൾ മനസ്സിൽ തോന്നിയൊരു ചിന്തയാണ്, ഇതൊന്ന് വരച്ചു നോക്കിയാലോ, എന്തായാലും വെറുതെ ഇരിക്കുവാണ്. അപ്പോൾ ഒത്തിരി മാനസികമായിട്ടൊക്കെ ഒരുപാട് ഡിപ്രസ്ഡ് ആയിരുന്നു. കാരണം സ്വന്തമായിട്ട് ആഗ്രഹിച്ച് ജോലി കൈക്കുമ്പിളിൽ വരെ എത്തിയിട്ടും എനിക്ക് കിട്ടാതെ പോകുന്നൊരവസ്ഥയിൽ എത്തിയപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വെറുതെ ഞാൻ ഹസ്ബൻഡിൻ്റെ ഷർട്ടിൽ ആദ്യമായിട്ടൊരു കൃഷ്ണൻ്റെ രാധയുടെ ഒരു ചിത്രം വരച്ചു. അതിലായിരുന്നു നവമി എന്നെൻ്റെ ബ്രാൻഡിന് തുടക്കം. കാരണം ഞാൻ അറിഞ്ഞില്ല, കാരണം എൻ്റെ മനസ്സിന് സന്തോഷം ലഭിക്കാനായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ആ ഒരു ഷർട്ട് ഹസ്ബൻഡ് ഇട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയപ്പോൾ കസിൻസ് കണ്ടിട്ട് ചോദിച്ചു, ഞങ്ങൾക്ക് ഇത് വരച്ചു തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് വരച്ചു കൊടുത്തപ്പോൾ എനിക്ക് എത്ര രൂപ അതിന് വിലയിടണമെന്ന് പോലും അറിയില്ല. 600 രൂപ അവരെനിക്ക് തന്നു. അതാണ് എനിക്ക് ശരിക്കും എൻ്റെ ബിസിനസ്സിൽ നിന്ന് എനിക്ക് കിട്ടുന്ന എൻ്റെ ആദ്യത്തെ പ്രതിഫലം എന്ന് പറയുന്നത്. ആദ്യത്തെ പ്രതിഫലം അതായിരുന്നു. നമ്മൾ പറയാറുണ്ട്, വീട്ടിലുള്ളവരാണ് ആദ്യ പരീക്ഷണ വസ്തുക്കളെന്ന്. വീട്ടിൽ ആദ്യം അത് ചെയ്തു കൊടുത്തപ്പോൾ ഹസ്ബൻഡിന്റെ പ്രതികരണം എന്തായിരുന്നു? ഒത്തിരി സന്തോഷം. കാരണം ഞാൻ ഒരുപാട് വിഷമിച്ചിരിക്കുന്നത് കണ്ടു. അത് പഠിക്കാൻ ഒരുപാട് താല്പര്യമുള്ള ആള്, പക്ഷേ അക്കാഡമിക്കലി നല്ല രീതിയിൽ മുമ്പിൽ നിൽക്കുന്നു. എങ്കിലും വീട്ടിലിരുന്ന് പോകുന്ന ഒരവസ്ഥ അത് ഞങ്ങളുടെ ലൈഫിനെ ഒത്തിരി ബാധിക്കാൻ തുടങ്ങി. ഞാൻ ഒരുപാട് വിഷമിക്കുന്ന ഡിപ്രഷനിലേക്ക് പോകുന്ന കണ്ടിട്ട് എന്തെങ്കിലും എൻ്റെ മനസ്സിന് സന്തോഷം തരുന്ന ചെയ്യാനായിട്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എനിക്ക് എന്തിഷ്ടമുള്ളത് കൊണ്ടാണോ അത് എനിക്ക് എന്നോടൊപ്പം നിന്ന് എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായും ആ പ്രോത്സാഹനമാണ് ഈ സംരംഭക വഴിയിലേക്ക് നയിച്ചത് എന്ന് തന്നെ പറയാം. ഒപ്പം ബന്ധുക്കളായി ഉൾപ്പെടെയുള്ളവർ അത് വാങ്ങി അങ്ങനെ പ്രോത്സാഹനം നൽകി അതിലേക്ക് വരുന്നു. നവമി നമ്മൾ സ്ക്രീനിൽ കാണുന്നതായാലും നവമി പറഞ്ഞതായാലും ഈ ട്രഡീഷണൽ വെയറിൽ നമ്മൾ വരയ്ക്കുന്ന നമ്മളുടെ ആർട്ട് വർക്ക് കൂടി ചെയ്തുള്ള പ്രോഡക്റ്റ് വിപണിയിലെത്തിക്കുന്നു. അതിപ്പോൾ അവർ വാങ്ങിത്തരുന്നതിൽ നമ്മൾ ഈ രീതിയിലുള്ള പെയിന്റിംഗ് ഉൾപ്പെടുത്തുന്നതാണോ, അതോ കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മൾ ഒരു സാധനം അവർക്ക് വേണ്ടി തന്നെ നിർമ്മിച്ച് നൽകുന്നതാണോ? എങ്ങനെയാണ് നിങ്ങളുടെ വിപണിയിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ് സാധനങ്ങൾ? തുടക്കത്തിലൊക്കെ ആദ്യം ഞാൻ തന്നെ കുറച്ച് ഡിസൈൻസ് ഒക്കെ ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ വീട്ടിലിരിക്കുന്ന വ്യക്തി, എനിക്ക് ആകെ അറിയാവുന്ന ലോകം എന്ന് പറയുന്നത് ഫേസ്ബുക്ക്, പിന്നീട് ഇൻസ്റ്റാഗ്രാം മുതലായിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം കുറച്ച് ഡിസൈൻസ് ഒക്കെ ഞാൻ ചെയ്തിട്ട്, അന്ന് നമുക്ക് ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ വളരെ സജീവമാണ്. ഞാൻ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ ഞാൻ ചെയ്തിട്ടുള്ള വർക്ക്സ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒത്തിരി ആൾക്കാർ എനിക്ക് അത് ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾക്കും ഇത് ചെയ്തു തരുമോ എന്ന് ചോദിച്ചു. അവിടെ നിന്ന് തുടങ്ങിയപ്പോൾ പിന്നീട് ആൾക്കാർ തന്നെ ഗൂഗിളിൽ നിന്നും ഒക്കെ കണ്ടിട്ടുള്ള ഇമേജസ് എടുത്തിട്ട് എനിക്ക് അതുപോലെ ഡിസൈൻ ചെയ്യുമോ
എന്ന് ചോദിച്ചു. അപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ ഒരു വിപണന സാധ്യത ഉള്ളത് എനിക്ക് മനസ്സിലായത്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ. അങ്ങനെ ഞാൻ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുകയും ഫാഷൻ ഡിസൈനിങ് ചെയ്യുകയും ചെയ്തു. കാരണം എനിക്ക് വസ്ത്രമേഖലയോട് വളരെയധികം താല്പര്യമുണ്ട്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന കാര്യങ്ങളല്ലാതെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുക. അങ്ങനെ ഞാൻ ഫാഷൻ ഡിസൈനിങ്ങും മറ്റു കാര്യങ്ങളും ചെയ്ത് സർട്ടിഫിക്കേഷൻസ് ഒക്കെ എടുത്തു. ഇന്ത്യൻ ആർട്ടിൽ കൂടുതലായിട്ട് പഠിച്ചു. പിന്നീട് ഞാൻ എൻ്റെതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ഡിസൈൻസ് ചെയ്യാൻ തുടങ്ങി. അതിനുമായിട്ട് ബന്ധപ്പെട്ട സെലിബ്രിറ്റി ഫോട്ടോഷൂട്ട്സ്, ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിന്റെ സഹായത്തിലൂടെ നവമി എന്നുള്ള ബ്രാൻഡ് ഒരു യുണീക്ക് ആയിട്ടുള്ള ബ്രാൻഡിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു. അതുകൊണ്ടാണ് നമുക്ക് പിന്നീട് കസ്റ്റമേഴ്സ് നമ്മുടെ വർക്ക്സ് കണ്ടിട്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ എന്തൊക്കെ അവരുടെ അഭിരുചിക്കൊത്ത് ഞാൻ അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. തീർച്ചയായും. അപ്പോൾ ഈ കേരള വെയർ, നമ്മൾ സാധാരണ പറയുന്ന ഈ കേരള വെയറിലാണോ പരീക്ഷണങ്ങൾ, അതോ നമ്മളിപ്പോൾ ഒരു പാർട്ടി വെയർ വേണം എന്ന് തോന്നിയാൽ അതിലും ഈ രീതിയിലുള്ള പരീക്ഷണങ്ങളും ആർട്ട് വർക്കുകളും സാധ്യമാണ്? അതെ, തീർച്ചയായിട്ടും. എനിക്ക് കൂടുതലും ചെയ്യാൻ ഇഷ്ടം ട്രഡീഷണൽ ക്ലോത്തിങ്ങിനോടാണ്. പക്ഷേ പിന്നീട് എനിക്ക് ഡിമാൻഡ് വന്നു തുടങ്ങി. ബ്രൈഡൽ വെയർസ് ചെയ്യാറുണ്ടോ, അതുപോലെ നമുക്ക് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള നമുക്ക് പ്രിന്റഡ് കോട്ടൺ മെറ്റീരിയൽസ് വെച്ചിട്ട് അതിലുള്ള കസ്റ്റമൈസേഷൻ. അങ്ങനെ ഞാൻ കഴിഞ്ഞ വർഷം നവമിയിൽ തന്നെ 2 ബ്രാൻഡ് കൂടെ ലോഞ്ച് ചെയ്തു. നവമി ദ ബ്രൈഡൽ പ്രൈഡും നവമി ദ കോസ്റ്റ്യൂം കൾച്ചറും. ബ്രൈഡൽ പ്രൈഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ബ്രൈഡ്സിന് വേണ്ടിയിട്ടും ആണ്, ബ്രൈഡ്സിനും ഗ്രൂമിനും വേണ്ടിയിട്ടുള്ള ഇതാണ്. ഞാൻ ഏറ്റവും കൂടുതലും ഗ്രൂം വെയർ ആണ് കസ്റ്റമൈസ്, എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ജെൻസ് വെയർ ചെയ്യാനായിട്ട്. അത് കൂടാതെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലെയും ഹാൻഡ്ലൂം മെറ്റീരിയൽസ് സോഴ്സ് ചെയ്തിട്ട് എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ഡിസൈനിങ് ചെയ്ത് നവമിയുടെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് കൂടെ മറ്റൊരു ബ്രാൻഡിലൂടെ കൊടുക്കാൻ സാധിക്കുന്നു. തീർച്ചയായും. ഇപ്പോൾ നവമി ഈ തരത്തിലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ ഡ്രസ്സുകൾക്ക് ഏറ്റവും വലിയ ഡിമാൻഡ് വിഷു, ഓണം സമയങ്ങളിലാണല്ലോ. അപ്പോൾ അടുത്ത ഓണമൊക്കെ വേണമെങ്കിൽ 6 മാസം മുമ്പേ ഒക്കെ ഇതിൻ്റെ സാധ്യതകൾ തേടിയുള്ള നിർമ്മാണം തുടങ്ങുന്ന ആളുകളെ, സംരംഭകരെയൊക്കെ നമുക്കറിയാം. എങ്ങനെയാണ് നവമിയുടെ വർക്ക് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്? നമുക്ക് വിഷു ഒരു സീസൺ, നമുക്ക് ഫെസ്റ്റീവ് സീസൺസിലാണ് ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫെസ്റ്റീവ് സീസൺ എത്തുന്ന സമയത്തിന് 2 മാസം മുമ്പ് തന്നെ ഫസ്റ്റ് ഒരു പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമ്മൾ ഓർഡർ എടുക്കുക, അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക എന്നതാണോ, അതോ നിങ്ങൾ പ്രീ പ്ലാൻഡ് ആയിട്ട് കുറച്ച് പ്രോഡക്ട്സ് അവൈലബിൾ ആക്കുകയാണോ ചെയ്യുക? ആദ്യം ഞാൻ ഓൾറെഡി എനിക്ക് 8 വർഷം ആയിട്ട് തന്നെ ഉള്ള കസ്റ്റമേഴ്സ് ഇന്നും എനിക്ക് ഓണമായാലും വിഷു ആയാലും എനിക്ക് ഓർഡർ തരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ഒരു 3 മാസം മുമ്പേ അവർ എന്നോട് പറയും, ഇത് തിരക്കാകും മുമ്പേ ഞങ്ങളുടെ കാര്യം കൂടെ ഒന്ന് കൺസിഡർ ചെയ്യണേ എന്ന് പറയാറുണ്ട്. അതൊന്ന് മനസ്സിൽ വെക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചിന്തിക്കുന്നത് ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നമുക്കിപ്പോൾ എന്ത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വിഷുവിന് ഏറ്റവും കൂടുതൽ സെയിൽസ് കയറാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കോമ്പറ്റീറ്റേഴ്സിൻ്റെ പേജസും മറ്റുമൊക്കെ അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, അവരൊക്കെ എന്തൊക്കെ ലോഞ്ച് ചെയ്യും അത് നോക്കും. അത് കൂടാതെ ഞാൻ പഠിച്ച കാര്യങ്ങളും ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ക്ലോത്തിങ്ങിൽ ഫാഷനിൽ എന്താണ് നിൽക്കുന്നത് അത് വെച്ചിട്ട് എൻ്റേതായിട്ടുള്ള ഡിസൈൻസ് ഫസ്റ്റ് 2 മാസം മുമ്പ് ലോഞ്ച് ചെയ്യും. അതിൻ്റെ ഫോട്ടോഷൂട്ട്സ് മറ്റുമൊക്കെ നടത്തിയിട്ട് മാക്സിമം വീഡിയോസിലൂടെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അത് ഞാൻ പബ്ലിസൈസ് ചെയ്യും. അതിനുശേഷം കുറേ കസ്റ്റമേഴ്സ്, ഒരുപാട് ആൾക്കാർ എന്നിലേക്ക് വരും. പിന്നീട് അവരുടേതായിട്ടുള്ള ഇഷ്ടം എന്താണോ പറയുന്നത് അതിനനുസരിച്ച് കൂടെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നു. ഓരോ തവണയും ഇപ്പോൾ കാണുന്നത് ഓരോ വർഷവും ഓരോ ട്രെൻഡ് ആയിരിക്കും ഈ ട്രഡീഷണൽ വെയറിൽ. അത് വിഷുവിനായാലും ഓണത്തിലായാലും മാറി മാറി വരുന്നത് കാണാം. ഇപ്പോൾ ഉടുത്തിരിക്കുന്നത് പോലത്തെ സാരി അതൊരു ട്രെൻഡാണല്ലോ. അതുപോലെ തന്നെയാണ് ഈ ആർട്ട് വർക്കുകൾ. അത് ഓരോ വർഷവും മാറി 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 വരികയാണ്. അപ്പോൾ അങ്ങനെ ഒരു ട്രെൻഡ് സെറ്റർ ആവാൻ ശ്രമിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ട്രഡീഷണൽ വെയറിൽ നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ടത് പ്രിന്റ് ചെയ്തിട്ടുള്ള ഡിസൈൻസ് അല്ലെങ്കിൽ കൈകൊണ്ട് മ്യൂറൽ പെയിന്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ എല്ലാ പെയിന്റിങ്സും മ്യൂറൽ പെയിന്റിംഗ് അല്ല. ആളുകളുടെ ചിന്താഗതി തന്നെ അങ്ങനെയാണ്. അതിന് ഫാബ്രിക് പെയിന്റിംഗ് എന്നാണ് പറയുന്നത്. ഫാബ്രിക് പെയിന്റിങ്ങിൽ ഒത്തിരി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് നവമിയിലൂടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതിലൊരെണ്ണമാണ് നമ്മൾ അജ്രക്ക് പോലുള്ള മെറ്റീരിയൽസിൽ അതിൻ്റെ പുറത്ത് പെയിന്റ് ചെയ്യുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ആരും അങ്ങനെ ചെയ്തിട്ടില്ലാത്തൊരു ഡിസൈൻസ് എനിക്ക് കഴിഞ്ഞ ഓണത്തിനാണ് ഞാനത് ലോഞ്ച് ചെയ്യുന്നത്. അത് ഒത്തിരി ഹിറ്റായി. പിന്നീട് കുറേ ബ്രാൻഡ്സ് വീണ്ടും പലരും അതൊക്കെ ട്രൈ ചെയ്ത് കൊണ്ടുവരുന്നത് കണ്ടിട്ടുണ്ട്. അതായത് നമ്മുടെ കേരളത്തിന്റെ സാരീസിൽ മാത്രം വരയ്ക്കാതെ കേരള സാരീസിൽ അല്ലെങ്കിൽ കേരള മെറ്റീരിയലിനോടൊപ്പം തന്നെ മറ്റ് ഇന്ത്യൻ ക്ലോത്തിങ്ങും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നീതു ഫാഷൻ ഡിസൈനറാണ്, മ്യൂറൽ ആർട്ടിസ്റ്റ് ആണ്, ഒപ്പം സെലിബ്രിറ്റി ഡിസൈനറാണ്. അങ്ങനെ പല മേഖലയിലാണ് നീതു തൻ്റെ കഴിവ് തെളിയിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോന്നായി പരിശോധിച്ച് പോകാം. ഈ മ്യൂറൽ ആർട്ടിസ്റ്റ് എന്നത് പറഞ്ഞല്ലോ, അതുള്ളത് കൊണ്ടാണ് ഈ ഒരു സംരംഭത്തിൽ ഒരു വ്യത്യസ്തത കണ്ടെത്താനും അവരുടെ കഴിവ് തെളിയിക്കാനും കഴിഞ്ഞിട്ടുള്ളത്. വസ്ത്രങ്ങളിലല്ലാണ്ട് ആർട്ട് വർക്കുകൾ കൊണ്ടു നടക്കാറുണ്ടോ? തീർച്ചയായിട്ടും.
വസ്ത്രങ്ങളിലല്ലാണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം, നമുക്ക് പാഴ്വസ്തുക്കൾ എന്ത് കണ്ടാലും അതിലൊരു കല ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ ഞാൻ ഉപയോഗിച്ചത് കോവിഡ് സമയത്താണ്. കാരണം എല്ലാവരും വീടിനുള്ളിൽ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ആ ഒരു സമയം ഡെലിവറി കഴിഞ്ഞൊരു സമയം, രണ്ടാമത്തെ മകന്. അപ്പോൾ എനിക്ക് വീട്ടിലിരുന്ന് എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്ക് നമ്മുടെ പേജ് ക്ലോസ്ഡ് ആണ്. ആ സമയം വീട്ടിൽ കണ്ട പാഴ്വസ്തുക്കൾ, വലിച്ചെറിഞ്ഞ പല വസ്തുക്കളെയും എൻ്റെ പെയിന്റും ബ്രഷും ഒക്കെ വെറുതെ ഇരിക്കുന്ന കണ്ടിട്ട് അതിലൊക്കെ ഞാൻ ക്രാഫ്റ്റ് ചെയ്യുന്നു. പിന്നീട് എനിക്ക് ഓർഡേഴ്സ് വരാൻ തുടങ്ങിയത് നമ്മുടെ വീട്ടിൽ നമുക്ക് ഇഷ്ടത്തോടെ നമ്മൾ വലിച്ചെറിഞ്ഞത് നമുക്ക് അതുകൊണ്ട് യൂസ് പോയി. ഇപ്പോൾ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഉപയോഗം കഴിഞ്ഞ സോസ് പാൻ വലിച്ചെറിയുന്നൊരു വസ്തുവാണ്, പക്ഷെ അതിനെ ഇഷ്ടത്തോടെ എപ്പോഴും എടുത്തു വെക്കുന്നത് വീട്ടമ്മമാരാണ്. അപ്പോൾ അവർക്ക് അതിലേക്ക് എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പെയിന്റിങ് നമ്മൾ അതിൽ ചെയ്തു കഴിഞ്ഞാൽ എന്നും നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ടുള്ള ഹോം ഡെക്കറായി മാറി. പിന്നീട് ഞാൻ ഒരുപാട് ചെയ്തിട്ടുള്ളത് ജ്വല്ലറീസ് ആണ്. അതിപ്പോഴും ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരു ഡ്രസ്സ് ഓർഡേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ടെറക്കോട്ട ജ്വല്ലറി അല്ലെങ്കിൽ സിൽക്ക് ത്രെഡ് ജ്വല്ലറി അങ്ങനെയുള്ള ജ്വല്ലറീസ് കസ്റ്റമൈസ് ചെയ്യുന്നുണ്ട്. സ്വന്തം ഡിസൈൻ ചെയ്ത ഓർണമെന്റ്സ് ആണ്. അതെ, ടെറക്കോട്ട ജ്വല്ലറി ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊരു സെറ്റ് ആയിട്ട് തന്നെ ആളുകൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അത് ഓർഡർ അനുസരിച്ചാണോ അതോ ഇതൊരു പാക്കേജ് ആണ്? ഇല്ല, പാക്കേജ് അല്ല, ചോദിക്കുന്നവർക്ക് മാത്രം നമ്മൾ അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. ഓക്കെ. അപ്പോൾ ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ചെയ്യുന്നത്, അതോ എല്ലാം ഒരേപോലെ ആസ്വദിക്കുന്നുണ്ടോ? ഏറ്റവും ഇഷ്ടം ഫാഷനാണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് ക്ലോത്തിങ്ങിലോട് തന്നെയാണ് എനിക്ക് താല്പര്യം. ഓക്കെ. നീതു, ഇപ്പോൾ നീതു ഞങ്ങൾക്ക് തന്ന നീതുവിൻ്റെ ഫോട്ടോഗ്രാഫ്സിലൊക്കെ ആണെങ്കിൽ തന്നെയും ഒരുപാട് സെലിബ്രിറ്റികളെ കാണുന്നുണ്ടായിരുന്നു. ഉണ്ണി മുകുന്ദൻ്റെ ഒരു ഷർട്ട് അതിൽ പ്രധാനപ്പെട്ടതാണ്. പിന്നീട് സീരിയൽ ആർട്ടിസ്റ്റുകളും ഒക്കെ ഒരുപാട് പേര് നീതു ഡിസൈൻ ചെയ്ത ഡ്രസ്സുകൾ ധരിക്കുന്നു. അവരൊക്കെ സ്ഥിരം കസ്റ്റമേഴ്സ് ആണോ? അതെ, ഞാൻ കൂടുതലും യൂസ് ചെയ്തിട്ടുള്ള ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. 6 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ആദ്യത്തെ ഫോട്ടോഷൂട്ട് എന്ന് പറയുന്നത് ആക്ടർ സാജൻ സൂര്യ ചേട്ടനും ആക്ട്രസ് മൃദുല വിജയാണ്. സാജൻ സൂര്യ ചേട്ടൻ ഇന്നും എനിക്കൊപ്പം നിൽക്കുന്ന, എന്നോടൊപ്പം നവമിയുടെ ഒരു ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമുക്ക് ആദ്യം കുറച്ച് ഞാൻ ഫോട്ടോഷൂട്ട്സിന് വേണ്ടിയിട്ട് അവരെ അപ്രോച്ച് ചെയ്തു. അവർ വളരെ സന്തോഷത്തോടെ ഫോട്ടോഷൂട്ട്സിന് വന്നതിന് ശേഷം പിന്നീട് എനിക്ക് സീരിയൽ മേഖലയിൽ നിന്നുള്ള ആൾക്കാർ തന്നെ എനിക്ക് ഓർഡേഴ്സ് തരാൻ തുടങ്ങി. അവരെൻ്റെ കസ്റ്റമേഴ്സ് ആയിട്ട് മാറി. പിന്നീട് എനിക്ക് തിരിഞ്ഞു നോക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ലെന്ന് പറയുന്നത് ധാരാളം സെലിബ്രിറ്റീസ് വന്നു. അങ്ങനെ സാജൻ ചേട്ടൻ്റെ ഒരു ഷർട്ടിലെ ഒരു പെയിന്റിങ്, ഒരു ഹനുമാൻ സ്വാമിയുടെ പെയിന്റിങ് കണ്ടിട്ടാണ് ഉണ്ണി മുകുന്ദനിലേക്ക് എത്തുന്നത്. അങ്ങനെ എനിക്ക് ഉണ്ണി മുകുന്ദൻ ഒരുപാട് നല്ല ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതിൽ ഉണ്ണി മുകുന്ദന്റെ ഡ്രസ്സിൽ ഞാൻ കാണുന്നത് അനന്തപത്മനാഭനാണ് അല്ലേ? അതെ, അനന്തപത്മനാഭനാണ്. അത് മ്യൂറൽ ആണോ? അത് മ്യൂറലാണ്. മ്യൂറൽ അല്ല, ഫാബ്രിക് പെയിന്റിംഗ്. ഓക്കെ. എന്തായാലും നമുക്കൊപ്പം നീതു വരുമ്പോൾ ചില പ്രോഡക്ട്സുകൾ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഈ കുർത്തയിലല്ലേ, ജെൻസിനുള്ള കുർത്തയിലുള്ള ഒരു ഡിസൈൻ ഉണ്ട്. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. തീർച്ചയായിട്ടും. കുർത്തീസിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ലോഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഡ്രസ്സുകളാണ്. ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഇത് നമ്മുടെ നെറ്റിപ്പട്ടമാണ്. നെറ്റിപ്പട്ടം ഇത് എനിക്ക് തൃശ്ശൂർ പൂരം സമയത്തൊക്കെ ഒത്തിരി തൃശ്ശൂർ ഭാഗക്കാരും പൂരം പ്രേമികൾ ഒരുപാട് ആൾക്കാർ എനിക്ക് ഓർഡർ തന്നിട്ടുള്ളതാണ് നമ്മുടെ നെറ്റിപ്പട്ടത്തിന്റെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ എൻ്റെ മാത്രമായിട്ടുള്ള ഡിസൈൻസ് ആണ്. പിന്നെ വരുന്നുള്ളത് ഇതെന്ന് പറയുന്നത് മ്യൂറൽ പെയിന്റഡ് ആയിട്ടുള്ള കൃഷ്ണനാണ്. പക്ഷെ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഫുള്ളായിട്ട് ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട്. സ്ത്രീകളാണ് സാധാരണ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ കഴിഞ്ഞ വർഷം പുതിയ ഡിസൈൻസ് ഞാൻ ലോഞ്ച് ചെയ്തപ്പോൾ ഒത്തിരി ജെൻസ് എനിക്ക് ഓർഡേഴ്സ് ഇതിനനുസരിച്ച് തരാറുണ്ടായിരുന്നു. പിന്നെ വരുന്നത് ബ്ലൗസസ് ആണ്. ബ്ലൗസസിലും ഇതൊക്കെ കാരണം ഞാനിതെല്ലാം നമ്മുടെ സെറ്റ് സാരിയിലൊക്കെ വരച്ചുകൊണ്ടിരുന്ന ഡിസൈൻസ് ആണ്. ഞാൻ ഇതിനെല്ലാം ആരി വർക്കിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ വർക്കേഴ്സ് ചെയ്യുന്നതാണ്. അല്ല, ഇതെല്ലാം ത്രെഡിൽ ചെയ്തേക്കുന്ന, ത്രെഡിൽ ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നതാണ്. നമുക്കിതൊക്കെ ഞാനിതെല്ലാം ഡ്രസ്സിൽ സെറ്റ് സാരിയിൽ ഒരു കാലത്ത് വരച്ചിരുന്ന സാധനങ്ങളെ എനിക്കൊരു ഐഡിയ തോന്നിയതാ ഇതിങ്ങനെ നമുക്കിതൊന്ന് കൊടുത്താലോ എന്ന്. ഇത് ബ്രൈഡ്സിനൊക്കെ സെറ്റ് മുണ്ടിനൊപ്പം വെഡിങ്ങിന് ബ്രൈഡ്സ് ഒക്കെ എനിക്ക് ഓർഡേഴ്സ് തരാനുള്ള ഡിസൈൻ ആണ്. ബ്ലൗസിലൊക്കെ നല്ല റിച്ച് ആണ്. ഇത് ഒരുപാട് ഓർഡർ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ്. കുർത്തയില് മയിൽപ്പീലി ഓടക്കുഴല ഡിസൈനാണ് വന്നിട്ടുള്ളത്. പീകോക്കിന്റെ ഒരു ഹാൻഡ് വർക്കാണ്. സിമ്പിൾ ആണ് പക്ഷേ ബ്യൂട്ടിഫുൾ ആണ്. ഇത് വന്നിട്ട് ഇതുപോലെ നമുക്ക് കഴിഞ്ഞ ഓണത്തിന് നല്ല സെയിൽ ഉണ്ടായിരുന്നതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ അജ്രക്കാണ് മെറ്റീരിയൽ വെച്ചിരിക്കുന്നത്. നമ്മുടെ കസവ് മെറ്റീരിയലിൽ അജ്രക് മെറ്റീരിയൽ വെച്ചു. അതിൽ പെയിന്റിങ് ചെയ്തിട്ട് പെയിന്റിങ്ങിൽ കംപ്ലീറ്റ്ലി നമ്മൾ ഹാൻഡ് വർക്ക് കൊടുത്തേക്കുവാണ്. ഇതൊരു ദൈവവിശ്വാസിയാണോ? ഭയങ്കര വിശ്വാസിയാണോ? കൃഷ്ണനും അനന്തപത്മനാഭനും ഒക്കെയാണ് വരയിൽ കൂടുതലും കാണുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും. ഒത്തിരി ഞാൻ ശരിക്കും വരയ്ക്കും എന്നൊക്കെ വ്രതചര്യകളോട് കൂടി ഇരുന്ന് മാത്രമാണ് ഞാൻ വരയ്ക്കാറുള്ളത്. രാധേ 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 ഇത് ദുപ്പട്ട നമ്മുടെ സെറ്റിന്റെ ഷോളാണ്. അപ്പൊ അതിൽ നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് കുത്തുന്ന ഭാഗത്താണ് ഈ ഒരു പെയിന്റിംഗ് വരുന്നത്.
വരയുണ്ടെങ്കിൽ പോലും അതൊരു ഡിഫറെന്റ് ആണ് അല്ലേ? ഫുൾ ആയിട്ട് കൊടുത്തിട്ടില്ല, ഔട്ട്ലൈൻ മാത്രമായിട്ട് കൊടുത്തിട്ട് ആണ് അതിൽ ചെയ്തിട്ടുള്ളത്. എല്ലാ വർക്കും വളരെ ഗംഭീരമായിട്ടുണ്ട്. നീതു ഇനി അറിയേണ്ടത്, ഇത്രയൊക്കെ നീതു മെനക്കെട്ട് ബുദ്ധിമുട്ടി ചെയ്യുന്നുണ്ടല്ലോ, ഇതിനൊക്കെ എത്ര കോസ്റ്റ് ആവും? എത്രയാണ് ഇതിനൊക്കെ ഈടാക്കുന്നത്? ഒരു സെറ്റ് സാരി ആണെങ്കിൽ ഇതുപോലെയുള്ള വർക്ക്, ഫുൾ വർക്ക് വരുമ്പോൾ എത്ര രൂപയാവും? നമ്മൾ ആദ്യം കസ്റ്റമറോട് ഫസ്റ്റ് ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ടുള്ള പ്രോഡക്ട്സ് ആണെങ്കിൽ ഞാൻ റേറ്റ് ഡിസൈഡ് ചെയ്ത് ആദ്യമേ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരോട് റേറ്റ്സ് പറയാറുണ്ട്. അപ്പോൾ അതിന് നമ്മൾ അറൌണ്ട് സ്റ്റാർട്ടിങ് ഒരു 3500 സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അവരുടെ ബഡ്ജറ്റ് എത്രയാണെന്ന് ചോദിക്കും. ആ ബഡ്ജറ്റിനനുസരിച്ച് കൂടെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആർട്ടിസ്റ്റ് ഒക്കെ ആവുമ്പോൾ കുറച്ച് കൂടുവോ? ഏതാണ് സെലിബ്രിറ്റികളൊക്കെ ആവുമ്പോൾ കുറച്ച് കൂടില്ല? അങ്ങനെയൊന്നുമില്ല. കാരണം ഞാനൊരു സാധാരണക്കാരിയാണ്. അപ്പോൾ എന്നെ പോലെയുള്ള ആൾക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്സിന് സാധനങ്ങൾ എത്തിച്ചു. സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒക്കെ എങ്ങനെയാണ്? ഷർട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന 1800 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ കുർത്ത നമ്മൾ കണ്ട 2-3 എണ്ണം ഉണ്ടല്ലോ, അതൊക്കെ ഇത് അറൌണ്ട് 4000 മേളിൽ വരും. അത്രയും നല്ല രീതിയിൽ പണിയുള്ള വർക്ക്സ് ആണ്. ഈ കുർത്തയൊക്കെ വന്നിട്ട് 2000-2500 അതിനനുസരിച്ചാണ് വരുന്നത്. ഓക്കെ. ഇനി നീതുവിന് പരിചയപ്പെടുത്താനുള്ളത്, നീതു കുറച്ച് റെക്കോർഡുകൾ കൂടി സ്വന്തമാക്കിയിട്ടുള്ള ആളാണ്. ഈ ആർട്ട് വർക്കിൽ തന്നെയാണ്. അത് സാരിയിൽ ചെയ്ത ആർട്ട് വർക്കിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആദ്യം നേടുന്നു. അത് പിന്നെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആയി, പിന്നെ ഇന്റർനാഷണൽ അല്ലേ? ആ സാരിയും നീതു കൊണ്ടുവന്നിട്ടുണ്ട്, നമ്മളെ പരിചയപ്പെടുത്തും. ഓക്കെ. ഇത് 6 മീറ്ററാണ് ഈ സാരി. നമുക്ക് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഈ സാരി എന്ന് പറയുന്നത് ഞാൻ 2 വർഷം മുമ്പ് ഉള്ള ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, എൻ്റെ ആദ്യത്തെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് ഈ സാരിക്കാണ്. എനിക്ക് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള സാരി ആയതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നത്. 6 മീറ്ററുള്ള നമ്മുടെ കേരള കസവ് സാരിയിലെ കംപ്ലീറ്റ് ആയിട്ട് സാരിയുടെ 6 മീറ്ററിലും നമ്മുടെ കേരളത്തിന് എങ്ങനെയാണോ കേരള മ്യൂറൽ ഉള്ളത്, അതുപോലെ തന്നെ എല്ലാ സ്റ്റേറ്റിനും, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും 28 സംസ്ഥാനങ്ങളുടെ അവരുടേതായിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള ഫോക്ക് ആർട്ട് പെയിന്റിങ്സ്, നാടോടി കലാചിത്രങ്ങൾ, പെയിന്റിങ്സ് ഉണ്ട്. ഈ പെയിന്റിങ്സിനെല്ലാം ഒറ്റ സാരിയിൽ ഒരാഴ്ച കൊണ്ട് വരച്ചത്. ഇതിനകത്തൊരു ഈ സാരിക്ക് മൊത്തമായിട്ടൊരു 68ഓളം പെയിന്റിങ്സ് ഈ സാരിയിൽ കംപ്ലീറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഫുള്ളായിട്ട് എനിക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാനായിട്ട് ഇവിടെ എൻ്റെ പ്രൊഫൈലിൽ ഇത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഈ ഓരോ കോളംസ് ആണ്. ഈ ഓരോ കോളവും ഓരോ സ്റ്റേറ്റ് ആണ്. ബംഗാൾ, അങ്ങനെ നമ്മൾ ബീഹാർ, ഒറീസ, രാജസ്ഥാൻ, അങ്ങനെയുള്ള എല്ലാ സ്റ്റേറ്റിൻ്റെയും ഫോക്ക് ആർട്ട് പെയിന്റിങ്സ്. അപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് 5000 വർഷം പഴക്കമുള്ള കൃഷ്ണ ചിത്രങ്ങൾ അതുവരെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 1 മാസത്തോളം എടുത്ത് ഞാൻ അതിന് വേണ്ടിയിട്ടിരുന്ന് പഠിച്ചതിന് ശേഷമാണ് ഇങ്ങനൊരു റെക്കോർഡ് അറ്റംപ്റ്റിലേക്ക് വന്നത്. ഈ ഒരു സാരി എനിക്കൊരു 7ഓളം റെക്കോർഡ്സ് എനിക്ക് തന്നു. അതിനുശേഷം കഴിഞ്ഞ വർഷവും വീണ്ടും ഞാൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അപ്ലൈ ചെയ്തു, അതും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഏറ്റവും കൂടുതൽ ഡ്രസ്സസ് ഡിസൈൻ ചെയ്താനാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ടൈം ബാൻഡ് ആയിട്ട് ചെയ്തതിനാണ് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 68ഓളം ഫോക്ക് ആർട്ട് പെയിന്റിങ്സ്. അതിനപ്പുറവും കുറച്ച് വർക്കുകളുണ്ട് അല്ലേ? ഈ സ്വീക്കൻസ് ഉൾപ്പെടെ അതെല്ലാം ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു റെക്കോർഡുമുണ്ട്. ഇതെല്ലാം പെയിന്റ് ആണ്, പക്ഷെ അതിന്റേതായിട്ടുള്ള പെയിന്റ്സ് ആണ് ഇത് വെക്കുന്നത്. ഫ്ലൂയിഡ് പെയിന്റിംഗ് എന്ന് പറഞ്ഞിട്ട്. ആ വർക്ക് കണ്ടാൽ പെയിന്റിംഗ് ആണോ ത്രെഡ് ആണോ എന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മതി. അടുത്തിരുന്ന് കണ്ടിട്ട് പോലും എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഇതിന് ഓരോന്നും ഒരു പേരുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ റിസർച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത് തന്നെ. കാരണം എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, നമ്മൾ പുറത്ത് പോയിട്ട് എല്ലാവരും ചോദിക്കും എന്താ ജോലിന്ന് ചോദിക്കുമ്പോൾ ഡിസൈനറാണോ? കാരണം ഇന്ന് എല്ലായിടത്തും ബൊട്ടീക്സ് ആണ്. അപ്പോൾ എനിക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഓൺലൈൻ ബൊട്ടീക്ക് ആണെന്ന് പറയുമ്പോൾ എനിക്കൊരു ചിന്ത തോന്നി, എല്ലാവരും നിന്നും എങ്ങനെ ഡിഫറെൻ്റ് ആവാം, എങ്ങനെ യുണീക്ക് ആവാം. അങ്ങനെ ഒരു ചിന്തയാണ് എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വന്നത്. നമുക്കൊന്ന് റെക്കോർഡ് അപ്ലൈ ചെയ്യാം, എന്നിട്ട് ഞാൻ നിൽക്കുന്ന മേഖലയിൽ ആരും ചെയ്തിട്ടില്ലാത്ത കാര്യം. അപ്പോൾ ശരിക്കും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ സൈറ്റിൽ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടുള്ള ഒരു വ്യക്തി ഇന്ത്യയിൽ തന്നെ ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അറ്റംപ്റ്റിന് വേണ്ടിയിട്ടും ഈ ഒരു സാരി, അത് കേരള നമ്മുടെ സാരി എന്ന് പറയുന്ന ഒരു ക്യാൻവാസ് പോലെയാണ്, നമുക്ക് ഫുള്ളായിട്ട് വരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു റെക്കോർഡ് അറ്റംപ്റ്റ് ചെയ്തത്. തീർച്ചയായും നീതു ഒരു ആർട്ട് ട്രെയിനർ കൂടിയാണ്. നീതുവിന്റെ ഇനിയുള്ള ലക്ഷ്യങ്ങൾ എന്താണ്? ഇതുപോലെ ഇനിയിപ്പോൾ മറ്റ് റെക്കോർഡുകൾ നേടാനുള്ള ശ്രമം ഉണ്ട്, അതിനുള്ള ആഗ്രഹമുണ്ട്, അതിനുവേണ്ടി വർക്ക് ചെയ്യാനുള്ള മനസ്സുണ്ട്. അതിനപ്പുറം ബിസിനസ് സംരംഭക എന്ന നിലയിലുള്ള അടുത്ത സ്റ്റേജ് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്? എന്തൊക്കെയാണ് ഇനി ബാക്കിയുള്ള ആഗ്രഹങ്ങൾ? തീർച്ചയായിട്ടും ഞാനത് ഗിന്നസ് റെക്കോർഡിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുവാണ്.
അതുകൂടാതെ ഞാൻ ഇപ്പോൾ ഒരു 8 വർഷമായി. ഈ 8 വർഷത്തിനുള്ളിൽ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ആർട്ടിനെ കുറിച്ചും ഫാഷനെ കുറിച്ചും ഒക്കെ പഠിച്ചു. ഒരുപാട് ആൾക്കാർ ഇതിലെ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരണം എന്ന് ആഗ്രഹിക്കുന്ന ധാരാളം ആൾക്കാർ, അതിപ്പോൾ സ്ത്രീ എന്നോ പുരുഷനെന്നോ ഇല്ല, ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചു വരാറുണ്ട്, ചേച്ചി ഇത് എങ്ങനെയാണ് തുടങ്ങുന്നത്, നമുക്കിത് തുടങ്ങാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ബിസിനസ്സിലേക്ക് കടന്നു വരാൻ പേടിയാണെന്നാണ് പലരും പറഞ്ഞത്. പിന്നെ പലരും ജോലിയുണ്ട്, ജോലിക്കൊപ്പം ഇത് കൊണ്ടുപോകാൻ സാധിക്കുമോ, കാരണം നമ്മുടെ ഇതിന് നല്ലൊരു സാധ്യതയുള്ളൊരു മേഖലയാണ്. മലയാളികൾ മാത്രമല്ല, ഇന്ന് ഇന്ത്യയിൽ നിന്നുമുള്ള എല്ലാ സ്ഥലത്തും, എനിക്ക് ഫസ്റ്റ് ഇന്ത്യയിൽ മാത്രമായിരുന്നു കസ്റ്റമേഴ്സ്, ഇന്ന് എനിക്ക് 6ഓളം രാജ്യങ്ങളിൽ ഞാൻ എൻ്റെ പ്രോഡക്റ്റ് എത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന തുടക്കക്കാരായിട്ടുള്ള സംരംഭകര്, അല്ലെങ്കിൽ ആർട്ട് പഠിക്കണം എന്നുള്ള ആഗ്രഹം, ഈ മേഖലയിൽ വരാൻ ആഗ്രഹമുള്ള ആർട്ട് എന്തോസിയാസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതിനെ എങ്ങനെ നമുക്കൊരു ബ്രാൻഡാക്കി മാറ്റാം, അങ്ങനെ ഉള്ളൊരു മിഷനോടുകൂടി ഞാൻ അടുത്ത മാസം മുതൽ പുതിയൊരു കാര്യം തുടങ്ങുകയാണ്. നവമിയിൽ നിന്നും എൻ്റെതായിട്ടുള്ള രീതിയിൽ നമുക്ക് എന്നെ കൊണ്ടുള്ള മാക്സിമം സപ്പോർട്ട് ഈ ഒരു ഭാഗത്ത് കടന്നു വരാൻ ആഗ്രഹമുള്ളവർക്ക് സപ്പോർട്ട് കൊടുത്തുള്ള ട്രെയിനിങ്സ് ഞാൻ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അത് ഫ്രീ ട്രെയിനിങ് ആണോ ഉദ്ദേശിക്കുന്നത്, അതോ ഒരു കോഴ്സ് എന്ന നിലയിലാണ്? മാക്സിമം ഫ്രീ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഏറ്റവും എക്സ്ക്ലൂസീവായിട്ട്, കാരണം നമ്മൾ വേറെ എവിടെയും നമുക്ക് ആ ഒരു കാര്യം കിട്ടത്തില്ല. അങ്ങനെയുള്ള ഞാൻ നേടിയെടുത്തതും പിന്നെ ഒരുപാട് ഫെയിലുവേഴ്സ് എനിക്ക് ഈ ഒരു കഴിഞ്ഞതിൽ സക്സസ് മാത്രമല്ല, അപ്പോൾ ഈ ഒരു ഫെയിലുവേഴ്സ് തരണം ചെയ്തുകൊണ്ട് സക്സസ്സിലേക്ക് എത്താനായിട്ട് ഞാൻ എന്തൊക്കെ വഴികളിലൂടെ വന്നോ അത് ഒരിക്കലും മറ്റൊരാൾക്ക് വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഒരു തകർച്ചയിലേക്ക് പോകാൻ പാടില്ല. ഡയറക്റ്റ് ആ ഒരു സക്സസ്സിലേക്ക് തന്നെ നിൽക്കാനായിട്ട് എന്തൊക്കെ ബിസിനസ് ചെയ്യണം, അപ്പോൾ ഇതൊക്കെ ഒരു കോഴ്സായിട്ട് രീതിയിൽ കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായും. എന്തായാലും നവമി, അടുത്ത ഓണക്കാലം കൂടുതൽ വിജയത്തിലേക്കുള്ള പാതയൊരുക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഇനിയുള്ള വിശേഷ ദിവസങ്ങൾ നിങ്ങൾക്ക് ഒരു യുണിക് ആയിട്ടുള്ള ഒരു വസ്ത്രം ധരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നീതുവിനെ സമീപിക്കാം. ഇൻസ്റ്റയിലും ഇല്ലേ, ഫേസ്ബുക്കിലും ഏത് ഐഡിയിലാണ്? നവമി മൈ പാഷൻ യുവർ ഫാഷൻ. നവമി മൈ പാഷൻ യുവർ പാഷൻ സന്ദർശിച്ചാൽ നിങ്ങൾക്ക് ഓർഡറുകൾ കൊടുക്കാം. അങ്ങനെ കസ്റ്റമൈസ്ഡ് ആയിട്ട് തന്നെ നിങ്ങളുടെ ഇഷ്ട വസ്ത്രം വീട്ടിലെത്തിക്കാം. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നവമി ഈ വളരെ വ്യത്യസ്തമായ വസ്ത്രങ്ങൾ നിർമ്മിച്ച് ആളുകൾക്ക് നൽകുന്നത്. എന്തായാലും നവമി, നീതു എല്ലാ ആശംസകളും നേരുകയാണ്. മുന്നോട്ടുള്ള വഴിയിൽ കൂടുതൽ വിജയത്തോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റട്ടെ. അപ്പോൾ ഒപ്പം ആളുകളെ കൈപിടിച്ച് കൊണ്ടുവരാനുള്ള ആ മനസ്സിന് കൂടി വലിയ ഒരു ആശംസ നൽകുകയാണ്. ജീവിതത്തിൽ പകച്ചു നിൽക്കുന്നവർക്ക്, ബിസിനസ്സിലേക്കൊക്കെ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു വഴികാട്ടിയാകാൻ കൂടി ആഗ്രഹിക്കുന്ന ആളാണ് നീതു. എല്ലാ ആശംസകളും. താങ്ക് യു.